ഈ മതസൗഹാർദ്ദവും വിദ്യാഭ്യാസത്തിന് സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ്. അതാണ് എല്ലാവരെയും ഒരുപോലെ കാണും. സാക്ഷരത ഉണ്ടാവണം, IT സാക്ഷരത ഉണ്ടാവണം, ഭൗതിക വികസനം ഉണ്ടാവണം, അവനവന്റെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. അതൊക്കെയാണ് മനുഷ്യന്റെ പൊതുപ്രവർത്തനം കൊണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നേടിയെടുക്കേണ്ട സംഗതികൾ. അതിന് പകരം ഇതിനങ്ങോട്ട് വേർതിരിതാൽ ഇതിനെ പലതാക്കി വാങ്ങിക്കാൻ എങ്ങനെയായിരിക്കും? അതൊരിക്കലും നമുക്ക് സമ്മതിക്കാൻ വയ്യ. അതൊരിക്കലും നമുക്ക് ലോക്സഭ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഏറ്റവും അധികം മതേതര ശക്തികൾക്ക് ഏറ്റവും അധികം വോട്ട് കൊടുക്കുന്ന, പിന്തുണ കൊടുക്കുന്ന ഒരു സംസ്ഥാനമായിരിക്കും തമിഴ്നാട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പാറ പോലെ നമുക്ക് കുറച്ചു നിൽക്കണം, പതുക്കെ എടുക്കണം. കാരണം ഈ സമൂഹത്തെ ഇനി ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിന്റെ മുമ്പ് അനവധി നാട്ടുരാജ്യങ്ങളായിരുന്ന പലതായി വിഭജിച്ചു പോയിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഭാഗ്യത്തിൽ അതൊക്കെ ഒന്നിച്ചു വന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഒരു കൂട്ടമായി, ഒരു സംഘമായി എല്ലാവരും സ്വന്തം രാജ്യം നമ്മളൊക്കെ മഹാഭാരതം നമ്മുടെ രാജ്യം എന്നുള്ള അഭിമാനത്തോടുകൂടി നിൽക്കുന്നു. അവിടെ എല്ലാവരുടെയും വിശ്വാസം ഇവിടെ പറഞ്ഞു. BJP ഭരണത്തിൽ വന്നാൽ ഏക സിവിൽ കോഡ് അത് രാജ്യത്ത് നടക്കും. കാരണം എല്ലാ മതക്കാർക്കും അവനവന്റെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന കൊണ്ടിരുന്നു. അതിനെ തന്നെ ബഹുമാനിക്കാത്ത ആളുകളാണ് ഇവർ. അതുകൊണ്ട് ഗുജറാത്തൊന്നുമല്ല ഒന്നിന്റെയും മോഡൽ എന്ന് പറയുന്നത്, ഈ മഹാഭാരതത്തിന്റെ മോഡൽ എന്ന് പറയുന്നത് അത്